എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ ഉള്ള ചില വാക്യങ്ങൾ പരിശോധിക്കാം. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളിച്ചെയ്തു. യഹോവ മനുഷ്യന് കൂട്ടായിട്ട് ഒരു തുണ വേണം എന്ന് കാണുകയും അതിനായിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്ന ഭാഗമാണ്. യഹോവയായ ദൈവം ആകാശത്തിലെ പക്ഷികളെയും ഭൂമിയിലെ സകല ജന്തുക്കളെയും നാൽക്കാലികളെയും അവൻ്റെ മുമ്പിൽ വരുത്തി മനുഷ്യൻ അവയ്ക്ക് പേരിടുന്നു. മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. എന്നാൽ മനുഷ്യന് തക്കതായ ഒരു കൂട്ട് ഈ ജീവജാലങ്ങളിലൊന്നും കണ്ടില്ല എന്നാണ്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസമാണ് അതിൻ്റെ കാരണം. മനുഷ്യനെ അപേക്ഷിച്ച് മറ്റ് ജീവജാലങ്ങൾക്കൊന്നും വിശേഷബുദ്ധി ഇല്ല എന്നുള്ളതാണ്. മനുഷ്യന് വിശേഷബുദ്ധിയുള്ളതാണ്. സ്വയമായി ചിന്തിക്കാനും വിവേചിക്കാനുമുള്ള കഴിവിലാണ് ആദാമിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറയും. അതിനായിട്ട് ദൈവം ചെയ്യുന്ന പ്രവൃത്തി മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തിയെന്ന്. ആദാമിന് ഒരു ബോധക്ഷയം വരുത്തി. എന്നിട്ട് അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. ആദാമിനെ ഒരു മേജർ ഓപ്പറേഷൻ വഴി അദ്ദേഹത്തിൻ്റെ വാരിയെല്ല് ഒന്ന് ഊരിയെടുത്തിട്ട് അവിടെ മാംസം പകരം വെച്ച് പിടിപ്പിച്ചു. ഈ വാരിയെല്ലിനെ ഒരു സ്ത്രീ ആക്കിയെന്ന്. അപ്പോ ആദാമിനെ സൃഷ്ടിച്ചതുപോലെയല്ല ഹവ്വായെ സൃഷ്ടിക്കുന്നത്. ആദാമിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഹവ്വ. ഈ ഗാഢനിദ്രയിൽ കൂടിയാണ് ഹവ്വായ്ക്ക് രൂപം നൽകുവാനുള്ള മുഖാന്തരമായി ഈ വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവനെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ആദാമിന് വലിയൊരു അത്ഭുതം തോന്നി. മറ്റുള്ള ജീവികൾ പേരിടപ്പെടുവാനായിട്ട് ആദാമിൻ്റെ അടുക്കൽ വരുമ്പോഴൊന്നും ഈ ആശ്ചര്യമുണ്ടായില്ല. ഈ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഹവ്വായെ സൃഷ്ടിച്ചതിലുള്ള ആശ്ചര്യം ആദാമിന് അനുഭവപ്പെടും. ഇവിടെ എന്നിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു തോന്നൽ ആദാമിനുണ്ട്. നമ്മൾ ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകളിൽ പല ഭാഗങ്ങളും സംഭവങ്ങളും കഥകളും ചരിത്രങ്ങളും അതിൽ പലതിനും അർത്ഥവും പൊരുളും ഉണ്ടെന്ന് മനസ്സിലാക്കി പഠിച്ചെങ്കിലേ പ്രയോജനം.
അതല്ലാതെ വെറും കഥ പോലെ വായിച്ച് മനസ്സിലാക്കി പോകാൻ ഉള്ള ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ വേദപുസ്തകം. പലരും പഴയ നിയമത്തിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 21-ാം വാക്യത്തിൽ മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി. ഇതിൻ്റെ പൊരുള്, ഇതിൻ്റെ നിവൃത്തി യേശുക്രിസ്തുവിൻ്റെ മരണത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭാവിയിൽ ക്രിസ്തുവിന് വരുവാനുള്ള ഒരു ഗാഠനിദ്ര, ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ നിന്നും ഉളവായി വന്നതാണ് 12 അപ്പസ്തോലന്മാർ അടങ്ങുന്ന ക്രിസ്തുവിൻ്റെ സഭയുടെ അടിസ്ഥാനം എന്നാണ്. ആ 12 അപ്പസ്തോലന്മാർ വഴി വളർന്ന ഒരു സമൂഹമാണ് ക്രിസ്തുയേശുവിൻ്റെ ശരീരമാം സഭ എന്ന് വേദപുസ്തകം വിശേഷിപ്പിക്കും. ഈ സഭയെ പൊരുളിലെ ഹൗവ എന്ന് വേദപുസ്തകം പറയും. അപ്പോൾ പൊരുളിലെ ആദാം യേശുക്രിസ്തുവാണ്, രണ്ടാം ആദാം. രണ്ടാം ഹൗവയാണ് സഭ. അപ്പൊ ക്രിസ്തുവിന്റെ ബലിമരണത്തിലുള്ള വിശ്വാസത്താൽ ജീവനിലേക്ക് ഉണ്മയിലേക്കും വന്ന സഭയാണ്. അതിനു വേണ്ടിയിട്ടാണ് ആദാമിന് വന്ന ഗാഠനിദ്രയെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാരിയലിനെ ഒരു സ്ത്രീയാണ്. ഇതിപ്പോ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകും. കൊരിന്ത്യർ ലേഖനത്തിൽ അങ്ങനെ പറയുന്നു. ക്രിസ്തുയേശുവിൻ്റെ സഭയെ സംബന്ധിച്ച് 1 കൊരിന്ത്യർ 15:23 ഒരു വാക്യം നമുക്ക് നോക്കാം. ഓരോരുത്തരും താന്താന്റെ നിലയിലത്രേ ആദ്യഫലം ക്രിസ്തു. ആദ്യഫലം ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പൊരുളിലെ ഹൗവയാകുന്ന സഭയെ സംബന്ധിച്ചാണ്. ആദ്യഫലം എന്ന് പറയാനുള്ള കാരണം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തിലേക്ക് വരുന്നത് സഭയാണ്. അതുകൊണ്ടാണ് സഭയെ ആദ്യഫലം ക്രിസ്തു എന്ന് പറയുന്നത്. ആ ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ശരീരമാം സഭ എന്നാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ്. യേശുക്രിസ്തു ശിരസും സഭ ശരീരവും ചേർന്ന ക്രിസ്തു. അതാണ് ഇവിടെ നാം ഉൽപ്പത്തിയിൽ കാണുന്ന ഈ മർമ്മം. ഇത് നമുക്ക് മറ്റൊരു വാക്യം നോക്കാം. വെളിപ്പാട് പുസ്തകം 14:14. 14:4. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു സഭയെ സംബന്ധിച്ച്. അപ്പോ ഉൽപ്പത്തിയിൽ പറയുന്ന ആദാമിന്റെ ഗാഠനിദ്ര അത് ക്രിസ്തുവിന്റെ മരണമാണ്. ആദാമിന്റെ ഗാഠനിദ്രയിൽ നിന്നും ജനിക്കുന്നത് ഹൗവയാണ്. ക്രിസ്തുവിന്റെ ബലിമരണത്തിൽ നിന്ന് ആദ്യം ജനിക്കുന്നത് സഭയാണ് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഇവളെ നരനിൽ നിന്നെടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന പേരാകും. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഏക ദേഹമായി തീരും. ഏകദേഹമായി തീരും എന്നുള്ളതിൻ്റെ പൂർണ്ണതയാണ് യേശുക്രിസ്തു ശിരസും സഭ ശരീരവുമായി തീരുന്ന ക്രിസ്തു എന്ന് വേദപുസ്തകം വിശേഷിപ്പിക്കും. ഇതൊരു വലിയ മർമ്മമായിട്ടാണ് ഉൽപ്പത്തിയിൽ കിടക്കുന്നത്. അതിൻ്റെ എല്ലാം അർത്ഥം വെളിപ്പെടുന്നത്
യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടു കൂടിയാണ്. ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാണ്. ആദാമും ഹവ്വായും നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് നാണം തോന്നി. പിന്നീട് ഒരു സമയത്ത് അവർക്ക് നാണം തോന്നുന്നുണ്ട്. അപ്പൊ ഇവിടെ നാണം തോന്നിയില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവർ ദൈവത്തിന്റെ കൽപ്പന എപ്പോൾ ലംഘിക്കുന്നുവോ അപ്പോഴാണ് അവർക്ക് നാണം ലജ്ജയുണ്ടാകുന്നത്. ആദാമും ഹവ്വായും കുറച്ചു കാലമെങ്കിലും ദൈവകൽപ്പനയിൽ തന്നെ നിലനിന്നു എന്നാണ്. അങ്ങനെ നിലനിന്ന അത്രയും കാലം അവർക്ക് ലജ്ജയില്ലായിരുന്നു. അപ്പോ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നിടത്തോളം കാലം ഇന്നുള്ളവർക്കായാലും ലജ്ജിക്കേണ്ട കാര്യമില്ല. ദൈവവചനം അനുസരിക്കുക എന്നുള്ളതാണ് ലജ്ജയില്ലാതിരിക്കാനുള്ള ഏക മുഖാന്തരം. ഇന്ന് ക്രിസ്തുയേശുവിന്റെ വചനത്തിന്റെ പേരിൽ നൂറുകണക്കിന് മതങ്ങൾ നിലവിലുണ്ട്. ഈ മതങ്ങളെല്ലാം ദുരുപദേശം പഠിപ്പിക്കുന്നത് കൊണ്ട് ദൈവത്തിന് മുമ്പാകെ ലജ്ജയോടുകൂടിയാണ് നിൽക്കുന്നത്. ഈ അടുത്തിടെ തന്നെ ഒരു അബദ്ധവിശ്വാസം നമ്മുടെ ബഹുമാന്യനായ പോപ്പ് പ്രസ്താവിക്കുന്നുണ്ടായി. യേശുവിന്റെ അമ്മയായ മറിയയ്ക്ക് പ്രത്യേക പദവികളും മധ്യസ്ഥതയോ അങ്ങനെയുള്ള രക്ഷകയോ അങ്ങനെയുള്ള പദവികളൊന്നും ഇല്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഇദ്ദേഹത്തിന് മുമ്പ് വന്നിരുന്ന പോപ്പുകൾക്കൊന്നും ഈ കാര്യം മനസ്സിലായില്ല. ഇദ്ദേഹത്തിന് അത് മനസ്സിലായി. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ സത്യം ഇത് മുന്നമേ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന സത്യം തന്നെയാണ്. അത് പറയാനുള്ള കാലം ദീർഘിച്ചു പോയി എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ദുരുപദേശങ്ങൾ പല മതങ്ങളിലും നിലനിൽക്കുന്നു. അവയെ ഓരോന്നായി അക്കമിട്ട് പറയാൻ ഒരുപാട് സമയമെടുക്കും. പെന്തക്കോസ്ത് പറയുന്ന വിഭാഗക്കാര് പോപ്പിന്റെ പ്രസ്താവന കേട്ടപ്പോൾ അവരൊന്ന് ഞെളിഞ്ഞു. ഞങ്ങള് നേരത്തെ ഇത് പറഞ്ഞതാണെന്നും. അതിലും കഷ്ടമായ ഉപദേശങ്ങളാണ് ഈ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ പഠിപ്പിക്കുന്നത്. അവരത് പരിശോധിക്കേണ്ടി ഇരിക്കുകയാണ്. ഇങ്ങനെ ലജ്ജാകരമായ പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും വിവിധങ്ങളായ ക്രൈസ്തവ സഭകൾ ഇന്ന് വച്ചുലോർന്നു. അവർക്കെല്ലാം നാണം തോന്നുന്ന അവസ്ഥയിൽ തന്നെ. പക്ഷെ അത് തിരിച്ചറിയുന്നില്ല. കാരണം തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധവും അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ദൈവത്തിന്റെ കൽപ്പന അതേപടി അനുസരിച്ചിരുന്ന കാലത്തൊക്കെയും ആദാമിനും ഹവ്വായ്ക്കും ലജ്ജയുണ്ടായിരുന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് അവർ പാപം ചെയ്യുകയും ദൈവത്തിന്റെ മുമ്പാകെ കൽപ്പന ലംഘിക്കുകയും ചെയ്തപ്പോൾ അവര് ലജ്ജയുള്ളവരായി തീർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പഴയ നിയമത്തിൽ പറയുന്ന പല സംഭവങ്ങൾക്കും അതിൻ്റെ അർത്ഥവും പൊരുളും പുതിയ നിയമത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി വേണം വേദപുസ്തകം പഠിക്കാൻ. അതല്ലാതെ ഇത് വെറും കഥയാണെന്ന് മനസ്സിലാക്കി വായിച്ചാൽ കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അടുത്ത ദിവസം നമുക്ക് 3-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ചും ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇപ്പോൾ അവസാനിപ്പിക്കുന്നു.